ഒറ്റയ്ക്ക് 3 ദിവസം ഇവനെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ആക്കി എന്നുള്ളതാണ് ഇവനിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്ര ഒരു 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 രോഗിയോട് പോലും ഒരു മനുഷ്യത്വം കാണിക്കാത്ത ഒരു കോളേജിലെ ജീവനക്കാരാണ് ഇവരൊക്കെ എന്നുള്ള കാര്യം അത് നമുക്ക് പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അവർക്ക് തെറ്റി. ഇവർ വിചാരിച്ചത് ഈ കമൽ അല്ല ഈ കുട്ടിക്ക് ഇവൻ സാമ്പത്തികമായും ഇവൻ പിന്നോക്ക ജാതിക്കാരനായതുകൊണ്ട് ഇവനെ എന്ത് പറഞ്ഞാലും പിന്നെ എന്ത് ചോദിച്ചാലും ഈ അതുൽ രാജിന് ആരുമില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാവമെങ്കിൽ അവർക്ക് തെറ്റി. മിഥുൻ രാജിന് എല്ലാ വിധത്തിലുള്ള ബന്ധുക്കളുണ്ട്. അതിന് പിന്നിൽ അവൻ കൊച്ചുനാളിലെ SFI സംഘടനയുമായി പ്രവർത്തിച്ച ഒരു കുട്ടിയാണ്. ആ SFIക്ക് മുൻപേ ബാലസംഘം എന്ന് പറഞ്ഞ സംഘടനയിൽ കൂടെ അവൻ വന്ന ഒരാളാണ്. അവൻ ഇവിടുത്തെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഇവിടുത്തെ CPMൻ്റെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു കാരണവശാലും ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ പഴി തടച്ചുകൊണ്ട് അവരെ കയ്യാമം വയ്ക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളിവിടെ ചെയ്യും. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെ ഇവിടെ ഒരു DSP ഉണ്ട്, അജയകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ ചക്കരക്കല്ലിലെ പോലീസ് CA എടുത്ത് ഞാൻ പറയാം, ഞാൻ വിശ്വംഭരൻ അവിടെ ചെല്ലുമെന്ന് തന്നെ പറയാം. അങ്ങനെ അദ്ദേഹം CA അവരെ വിളിച്ചു. ആരെ നല്ല ഈ DSP അവരെ ചക്കരക്കല്ലിലെ SHO വിളിച്ചു പറഞ്ഞു, വിശ്വംഭരൻ എന്നൊരാൾ പറഞ്ഞു, എൻ്റെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ടൊരു പയ്യനെ ഇന്ന രീതിയിൽ മരണപ്പെട്ടിരിക്കുകയാണ്, അതിന് വേണ്ട നടപടി സ്വീകരിക്കണം, വേണ്ട അന്വേഷണം വേണമെന്നും അദ്ദേഹം പറയുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥലം MLA ആയ അരുവിക്കര MLA ആയ ഞങ്ങളുടെ സഖാവ് സ്റ്റീഫനും അവിടുത്തെ CA വിളിച്ച് കാര്യം പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയപ്പോൾ നല്ല രീതിയിലുള്ള സൂചിപ്പിക്കുന്നത് ഇവിടിപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമില്ല. ഈ വാർഡന് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നു. അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ രക്ഷാകർത്താവും ആ കുട്ടിയും നേരത്തെ ഇവരെക്കുറിച്ചും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പരാതികൾ കൊടുത്തിരുന്നെങ്കിലും ആ പരാതികളൊക്കെ അവർ അകത്ത് മുക്കിക്കളഞ്ഞു. പുറം ലോകം അറിയാതെ മുക്കിക്കളഞ്ഞു. അതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല.